ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആദർശ് എന്നാണ്. ഞാൻ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അവിടെ ഈ കൊറോണ വന്ന സമയത്ത് നമുക്ക് വർക്കൊന്നും ഇല്ലാതെയായി. അതിനുശേഷം ഞാൻ പിന്നെ ഒരുപാട് നാൾ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അടുത്ത് എന്ത് ചെയ്യാം, എന്ത് പഠിക്കാം എന്ന രീതിയിൽ. കാരണം അതിൻ്റെ ബാക്കപ്പായിട്ട് എന്തെങ്കിലും വേണമല്ലോ നമുക്ക് പ്രോഗ്രാം ഇല്ലാതിരിക്കുമ്പോൾ. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയായിരുന്നു. എന്നിട്ട് ഞാൻ വന്നെത്തിയതെന്ന് പറഞ്ഞാൽ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സിലേക്കാണ്. മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ഞാൻ പിന്നെ കേരളത്തിൽ തന്നെ എവിടെയൊക്കെ പോയി പഠിക്കാം എന്നൊക്കെ ഒന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് വരുന്നതും അവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഒന്ന് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ പിന്നെ ഈ ഡൽഹിയിലെ എക്സ്പെർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമായി എൻ്റെ ഫോക്കസ്. അവിടെ നിന്ന് ഞാൻ ബാക്കി നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നു, എന്തൊക്കെ കോഴ്സ്, എങ്ങനെയുള്ള രീതികളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ റിസർച്ചിനൊടുവിൽ ഞാൻ തീരുമാനിച്ചു ഇവിടെ വരുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഇങ്ങോട്ട് വരികയും ചെയ്തു. ട്രെയിൻ ഇവിടെ ഉച്ചയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. 2 ദിവസത്തെ യാത്രയുണ്ട്, 2 ദിവസം കഴിഞ്ഞ് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഇവിടെ എത്തിയില്ല. വൈകുന്നേരം 6 മണിയായി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു ഫാക്കൽസിനെ വിളിച്ചായിരുന്നു, ഇതേപോലെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇങ്ങ് വന്നോളൂ, നമ്മളിവിടെ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എത്തി. അപ്പോഴും അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ വന്ന സമയത്ത് തന്നെ ഒരു വാം വെൽക്കം തന്നായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഇവിടുത്തെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് താമസം, ഫുഡ്, അതിനെ കുറിച്ചെല്ലാം എനിക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നായിരുന്നു. പിന്നെ എന്നിട്ട് എനിക്ക് ആദ്യം ഒരു ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്ത് തന്നു. ആ ഹോസ്റ്റലിലേക്ക് പോവുകയും എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ അടുത്ത വേറെ ഏതെങ്കിലും നമുക്ക് ഹോസ്റ്റൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ ആദ്യം പോയ പി ജിയേക്കാളും എനിക്ക് കുറച്ചുകൂടെ അടുത്തുള്ള, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തായിട്ടുള്ള ഒരു പി ജി എനിക്ക് നോക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറയുകയും അവരെൻ്റെ കംഫർട്ടിനനുസരിച്ച് അടുത്തൊരു പി ജി എനിക്ക് തയ്യാറാക്കി തരികയും ചെയ്തു. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ ക്ലാസ്സിന് ഫസ്റ്റ് ദിവസം വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം അവർ പറഞ്ഞായിരുന്നു ഇതേപോലെ അടുത്ത ദിവസം വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വന്നാലും മതി എന്നെടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു അടുത്ത ദിവസം തന്നെ വന്ന് ചേർന്നോളാം. കാരണം ആ ക്യൂരിയോസിറ്റി ആയിരുന്നു, എങ്ങനെയാണ് ക്ലാസ്, എങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ദിവസം വന്നു, ക്ലാസ്സിന് ഇരുന്ന് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടിയും നന്നായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറേ കൂടെ ബേസ് ലെവലിലാണ് പഠിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആ ബേസ് കാര്യങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് പഠിപ്പിച്ച് തുടങ്ങിയത്. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്. ഞാൻ പറഞ്ഞു വളരെ നന്നായിരുന്നു, എല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ബേസിക് ക്ലാസ് കഴിഞ്ഞ ഉടനെ അഡ്വാൻസ് ക്ലാസ്സിലേക്ക് കയറി. ഇപ്പോൾ ഞാൻ എൻ്റെ അഡ്വാൻസ് ക്ലാസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ക്ലാസ്സിലും വളരെ നന്നായിട്ട് തന്നെയാണ് പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട് ഈ മൊബൈലിന്. അതെല്ലാം വളരെ അവരും വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുമോ, ഡൽഹി അല്ലേ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു റോങ്ങായി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനെ തിരിച്ചു പോകണം എന്ന രീതിയിലാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവരുമായിട്ട് സംസാരിച്ച് എല്ലാം സെറ്റായപ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളും ഇവിടെ വരികയാണെങ്കിൽ വേറെ ഒന്നും കൊണ്ട് പേടിക്കാനില്ല, നിങ്ങൾ നന്നായിട്ട് കരുതി പഠിപ്പിച്ചുകൊള്ളും, അതിന് ഗ്യാരണ്ടിയാണ്. ഓക്കെ, താങ്ക് യു.